വളരെ സന്തോഷത്തോടുകൂടി ഒരു വാർത്താദിനം തുടങ്ങാനായിരുന്നു ആലോചിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി എത്തിയ വാർത്ത നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തി. എറണാകുളത്ത് പറവൂരിലെ ഒരു ആത്മഹത്യയുടെ വാർത്തയായിരുന്നു. ആശാ ബിന്നി എന്ന 42 വയസ്സുകാരി അവർ ആത്മഹത്യ ചെയ്തത് പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. പണം വട്ടിപ്പലിശയ്ക്ക് നൽകിയ പ്രദീപ് കുമാർ എന്ന ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആശയെ ഭീഷണിപ്പെടുത്തിയിട്ടും പോലീസ് ഇടപെട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മുതലും പലിശയും തിരിച്ചു നൽകിയിട്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ട് പ്രദീപ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപും പ്രദീപ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്നും ആശയുടെ കുടുംബം ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇന്ന് കുടുംബത്തിന് വിട്ടു നൽകും. നമുക്ക് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ആശാ ബിന്നിയുടെ ബന്ധുവിന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. പപ്പക്കും ഞങ്ങൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഈ ഫസ്റ്റ് സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് വരെ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ ആ സൂയിസൈഡ് ചെയ്യുന്ന തലേ ദിവസം വരെ ഒരു അമ്മനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അമ്മക്ക് ഒട്ടും നിവൃത്തിയില്ലാണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ അമ്മ സൂയിസൈഡിന് ശ്രമിച്ചത്. അപ്പോൾ മേടിച്ചതിൻ്റെ ഇരട്ടിയോളം നമ്മൾ തിരിച്ചടച്ചു, മുതലും പലിശ അടക്കം അടച്ചതായിരുന്നു. എന്നിട്ടും ഇത് പലപ്പോഴായിട്ട് ഒരു അമ്മനെ വിളിച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് പോലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വീട്ടിലോട്ട് വന്നതിൻ്റെ പുറകെ പോലും ഇവിടെ വീട്ടിൽ വന്നിരുന്നു പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിരുന്നു 18-ാം തീയതി. ഈ പറയുന്ന പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ ആളെയും ഫാമിലിനെയും കൂടി അങ്ങോട്ട് വിളിച്ചിരുന്നു. അങ്ങനെ അവിടെ വെച്ച് രണ്ട് കൂട്ടരും തമ്മിൽ പോലീസുകാർ സംസാരിച്ചു. അതിനുശേഷം ഈ പണമിടപാടുകൾക്ക് കേസ് എടുക്കാൻ പറ്റില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത്. കോടതി നിയമമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് കൂട്ടരുടെയൊന്നും വേറെ കേസുകളോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അവിടെ എഴുതി മേടിച്ച് ആയിട്ട് ശേഷമാണ് ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടി നിന്നത്. ഞങ്ങളുടെ സ്റ്റേഷനിൽ വെച്ച് പോലും ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് ഈ പറഞ്ഞ പ്രദീപ് കുമാറും ഫാമിലിയും ഞങ്ങളോട് പെരുമാറിയത്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ മട്ടന്നൂർ, വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് നമുക്ക് ഇന്നലെ രാത്രിയിൽ പ്രേക്ഷകർക്ക് നൽകേണ്ടി വന്നത്. ഇന്നലെ രാത്രിയിൽ തന്നെ നമ്മുടെ ആശാ ബിന്നിയുടെ മരുമകൻ നമ്മളുമായി സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ പോലീസിനെതിരെ ഗുരുതര ആരോപണമാണോ കുടുംബത്തിനുള്ളത്? റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നു. നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മാസം 10% എന്ന നിലയിലോ മറ്റോ ആയിരുന്നു ഈ പണം കൊടുത്തിരുന്നതാണ്. ഇരട്ടിപ്പണം കൊടുത്തിട്ടും ഇയാളുടെ ആർത്തി തീർന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ആർത്തിയാണോ പാവപ്പെട്ട ആശയുടെ ജീവനെടുത്തത്? പോലീസിനെതിരെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അർജുൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്തരത്തിൽ പറവൂരിലെ പോലീസിൽ ഡ്രൈവറായിരുന്ന പ്രദീപിന്റെ ഭാര്യ ബിന്ദു എന്നിവർ 10 ലക്ഷം രൂപ ഏതാണ്ട് കഴിഞ്ഞ 3 വർഷത്തിനിടെ അർജുൻ, എനിക്ക് തോന്നുന്നു ഭർത്താവിന്റെ പ്രതികരണമാണെന്ന് തോന്നുന്നു. നമുക്ക് ആ പ്രതികരണം കൂടി എടുത്തിട്ട് വരാം. 5 ലക്ഷം വെച്ച് കൊടുത്ത് പലിശയും കൊടുത്തിട്ടുണ്ട്. ഈ 2-2.5 വർഷക്കാലം ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അതിന്റെ പലിശയൊക്കെ 1,10,000 രൂപയോളം വെച്ച് കൊടുത്തെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞത്. ഈ കാര്യങ്ങൾ പോലീസിൽ ഇങ്ങനെ പൈസയുടെ കേസ് പറഞ്ഞായിരുന്നു, ബ്ലേഡിന് പൈസ മേടിച്ച കേസൊക്കെ പറഞ്ഞായിരുന്നു. 10% അത് പറഞ്ഞായിരുന്നു. ഇല്ല പലിശ മുതലൊക്കെ കൊടുത്ത് തീർത്തായിരുന്നു. ഞങ്ങളെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ വന്ന് ഞങ്ങളെ മക്കളെയൊക്കെ ശല്യം ചെയ്യും, ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഞായറാഴ്ച ഞാനില്ലാത്ത നേരത്ത് ഒരു 5 മണിക്ക് ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്ന് ഭയങ്കര ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ തിങ്കളാഴ്ച പോയി SP ഓഫീസിൽ പോയി ഒരു പെറ്റീഷൻ കൊടുത്ത് അതിനുശേഷം അവർ ഞങ്ങളോട് പറവൂർ വരാൻ പറഞ്ഞ് പറവൂർ ചെന്ന് 2 കൂട്ടരെയും വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ആദ്യം ഞങ്ങളെ മൊഴിയെടുത്ത് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ഭാര്യയാണ് പറഞ്ഞത് 5 ലക്ഷം വെച്ച് 2 പ്രാവശ്യം 10 ലക്ഷം. അപ്പോൾ അവർ പോലീസുകാർ ചോദിക്കണ്ടായി എന്തിനു മേടിച്ച് എന്തിനാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതുപോലെ ഉണ്ടായി. അതിനുശേഷം അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണ്ടായിരുന്നു 24 ലക്ഷം രൂപയായിട്ട് കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനിയും അപ്പോൾ അത് ഒരു പൊരുത്തക്കേടുണ്ടെന്ന് അവർ പറയണ്ടായിരുന്നു പോലീസുകാർ. പിന്നെ ഞങ്ങളോട് ഔത്തേരിയില്ല, അവർ അവിടെ ഒറ്റക്കിരുത്തി ഞാൻ സംസാരിച്ചു ഭാര്യന് മറ്റേ അവരെയൊക്കെ. പിന്നെ പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവർ ഇങ്ങനെ കുറെ ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. പുറത്തെന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് പറഞ്ഞായിരുന്നു അവർ. പോലീസ് നേരത്തെ ഒന്നും പറഞ്ഞില്ല. അവര് ആദ്യം അവരെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 1/2 മണിക്കൂർ അവിടെ ഇരുത്തിയതിനു ശേഷമാണ് ഞങ്ങളെ വിട്ടത്. അപ്പോൾ അവരിവിടെ ആദ്യം ഇവിടെ വന്നുകൊണ്ട് എൻ്റെ മകൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. മകനെ കുറെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. കുറെ
ചീത്തയൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യയുടെ അമ്മയും ഉണ്ടായിരുന്നു. അവരെ എന്തൊക്കെ ചീത്ത പറയാനുണ്ടായിരുന്നു. അത് മകനപ്പം തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പോലീസിനെ കാണിച്ചില്ല. ഇന്നലെയുള്ള മിഞ്ഞനാളെ രാത്രി. അപ്പോൾ പോലീസിൽ അവൻ 112 വിളിച്ചു പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞ് അന്ന് ഒരു 8-9 മണിയായിട്ടുണ്ടാവും. കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ പോലീസുകാരൻ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ പോകാന്ന് വെച്ചപ്പോൾ അവന് ജോലി കയറിയിട്ട് അധികം നാളായിട്ടില്ല. അതിൻ്റെ പേരിൽ ഇന്നലെ അവന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് കയറുന്നു. അപ്പോൾ പോയി, ജോലിക്ക് പോയി. ഇന്ന് ചിലപ്പോൾ ഒരു വക്കീലായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായിട്ട് ഞങ്ങൾ ആ വക്കീലായിട്ട് സംസാരിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അത് അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് അറിയുന്നത്. ആണ് ആശാ ബെന്നിയുടെ ഹസ്ബൻഡാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ, ഇവർക്ക് ആർക്കും തന്നെ ഇങ്ങനെ ആശാ ബെന്നി പണം വാങ്ങിയതിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് ഇന്നലെ മരുമകനും പറഞ്ഞത്. ഒരുപക്ഷെ ഈ ഹസ്ബൻഡിനടക്കം അറിയില്ല. വീടിന് തൊട്ടുമുന്നിൽ എന്തോ ഒരു കടമുറി ഇറക്കുന്നതിന് വേണ്ടിയോ മറ്റോ ആണ് 10 ലക്ഷം രൂപ വിവിധ സമയങ്ങളിൽ വാങ്ങിയത്. ഇരട്ടിയിലധികം പണം തിരിച്ചു കൊടുത്തിട്ടും ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ഈ വട്ടിപ്പലിശക്കാരന് ആർത്തി മാറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതൊന്നും കുടുംബത്തെ അറിയിക്കാതിരിക്കാൻ ആശാ ബെന്നി ശ്രദ്ധിക്കുകയും ചെയ്തു. ഒടുവിൽ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ആശാ ബെന്നി പുഴയിൽ ചാടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കുടുംബത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അർജുൻ? ഡോക്ടർ അരുൺകുമാർ, ഈ പറവൂർ കോട്ടുപള്ളിയിലാണ് ഈ ആശാ ബെന്നിയും കുടുംബവും താമസിച്ചിരുന്നത്. ഈ കാണുന്നതാണ് ആശയുടെ വീട്. ഈ വീടിന് തൊട്ട് മുന്നിൽ തന്നെ മറ്റൊരു കെട്ടിടം കഴിഞ്ഞ 3 വർഷത്തിനിടെയാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒരു ആശ തന്നെ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു കടയും ഇവിടെ തൊട്ട് മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റേഷൻ കടയും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഈ ആശാ ബെന്നി ഇത്തരത്തിൽ പലതരത്തിൽ സമ്പാദിച്ച പണം ഉപയോഗിച്ച് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വായ്പകളൊക്കെ തന്നെ എടുത്തുകൊണ്ട് നിർമ്മിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപ ആശ ഇയാളിൽ നിന്ന് വാങ്ങുകയും ചെയ്തത്. അത് ഒന്നിച്ചല്ല വാങ്ങിയത്, 2 തവണയായി 5 ലക്ഷം രൂപ എന്ന നിലയിലാണ് വാങ്ങിയത്. ഈ പ്രദീപും ഭാര്യ ബിന്ദുവും താമസിച്ചിരുന്നത് ഈ കെട്ടിടത്തിന് നേരെ എതിർവശത്തുള്ള ഈ കാണുന്ന വീട്ടിലായിരുന്നു. അതിനുശേഷമാണ് അവർ പിന്നീട് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുകയും ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഉണ്ടായ ഇടപാടുകളാണ്. ഇതിൽ ചില ഇടപാടുകൾ പണം നേരിട്ട് കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് കുടുംബം സംശയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗൂഗിൾ പേ വഴിയും ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പക്ഷേ ആശയുടെ കുടുംബത്തിൽ മറ്റാർക്കും തന്നെ ഈ ഇടപാടിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ആശ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ കുടുംബം തിരിച്ചറിയുന്നത് ഇത്രത്തോളം വലിയ തുക ആശ ഇത്തരത്തിൽ ഒരു പലിശക്ക്, വലിയ കൊള്ളപ്പലിശക്ക് കടമായി വാങ്ങിയിരുന്നു. അത് തിരിച്ചടക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഭീഷണിയുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകുന്നു. പക്ഷേ കാര്യമായ നടപടി ഒന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച, റൂറൽ SP ഓഫീസിലെത്തി പരാതി നൽകുന്നു. SP-യുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയും ഇരു കൂട്ടരെയും പറവൂർ പോലീസ് വിളിച്ചു വരുത്തി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്.